ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി വിത്ത് മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മോക്ക് ടെക്സ്റ്റാണ്. നമ്മൾ ഇതുവരെ നമ്മളുടെ സിലബസിലോ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ വരുന്ന ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, ഈ ഭാഗം വരെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിനൈസൻസ്, റിഫോർമേഷൻ, ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്, അത് തൊട്ടുള്ള മോക്ക് ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഗം വന്നിട്ട് റിനൈസൻസ്, റിഫോർമേഷൻ, ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്, ഈ ഭാഗമാണ് നമ്മളിന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 90ഓളം ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയാണ് മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചതിൽ വെച്ചിട്ട് നിങ്ങളുടെ സ്ഥാനം എത്രാമതാണ് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. 1. നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാന കൃതിയായ ഡിവൈൻ കോമഡി രചിച്ചതാര്? ഓപ്ഷൻ എ സെർവാൻസ്, ഓപ്ഷൻ ബി ഡാൻറ്റെ, ഓപ്ഷൻ സി ജെഫ്രി ചോസർ, ഓപ്ഷൻ ഡി ദെക്കാർത്തെ. 2. നവോത്ഥാന സാഹിത്യത്തിന് തുടക്കം കുറിച്ച ജെഫ്രി ചോസറുടെ കൃതി? പ്രൈസ് ഓഫ് ഫോളി, ഓപ്ഷൻ ബി ദി പ്രിൻസ്, ഓപ്ഷൻ സി കാൻറ്റർബറി ടെയിൽസ്, ഓപ്ഷൻ ഡി ഡോൺ ക്വിക്സോട്ട്. 3. നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഈജിപ്റ്റ്, ഓപ്ഷൻ ഡി ഫ്രാൻസ്. 4. റിനൈസൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പുസ്തകം? ഓപ്ഷൻ എ ഹിസ്റ്ററി ഓഫ് ഫ്രാൻസ്, ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്ക, ഓപ്ഷൻ സി പ്രൈസ് ഓഫ് ഫോളി, ഓപ്ഷൻ ഡി ദി പ്രിൻസ്. 5. നവോത്ഥാനത്തിൻ്റെ ആഹ്വാനമുയർത്തിയ ആദ്യ സാഹിത്യകാരൻ? ഓപ്ഷൻ എ റൂസോ, ഓപ്ഷൻ ബി തോമസ് മൂർ, ഓപ്ഷൻ സി ബാൻ ജോസഫ്, ഓപ്ഷൻ ഡി ഡാൻറ്റെ. ഡോൺ ക്വിക്സോട്ട് ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ദെക്കാർത്തെ, ഓപ്ഷൻ ബി സെർവൻസ്, ഓപ്ഷൻ സി മാക്കിയവെല്ലി, ഓപ്ഷൻ ഡി ഷേക്സ്പിയർ. 7. ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച വർഷം? ഓപ്ഷൻ എ AD 1453, ഓപ്ഷൻ ബി AD 1534, ഓപ്ഷൻ സി AD 1568, ഓപ്ഷൻ ഡി AD 1345. 8. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. 9. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കമീൻ, ഓപ്ഷൻ ബി പെട്രാർക്ക്, ഓപ്ഷൻ സി കാൽവിൻ, ഓപ്ഷൻ ഡി പ്ലീനി. 10. നവോത്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡാൻറ്റെ, ഓപ്ഷൻ ബി പെട്രാർക്ക്, ഓപ്ഷൻ സി എറാസ്മസ്, ഓപ്ഷൻ ഡി പ്ലീനി. 11. പോർച്ചുഗലിൽ നവോത്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ എറാസ്മസ്, ഓപ്ഷൻ ബി കമീൻ, ഓപ്ഷൻ സി മാക്കിയവെല്ലി, ഓപ്ഷൻ ഡി ചോസർ. 12. കമീൻ്റെ പ്രസിദ്ധമായ കൃതി? ഓപ്ഷൻ എ ദി പ്രൈസ് ഓഫ് ഫോളി, ഓപ്ഷൻ ബി ലൂസിയാഡ്സ്, ഓപ്ഷൻ സി ദ പ്രിൻസ്, ഓപ്ഷൻ ഡി ഒഥല്ലോ. 13. മാനവികതാവാദകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബെൻവെനീറ്റോ ചെല്ലിനി, ഓപ്ഷൻ ബി ഇറാസ്മസ്, ഓപ്ഷൻ സി പെട്രാർക്ക്, ഓപ്ഷൻ ഡി ഡാൻറ്റെ. 14. ദി പ്രൈസ് ഓഫ് ഫോളി എന്ന പ്രശസ്ത വിമർശനാത്മക കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ എ ഷേക്സ്പിയർ, ഓപ്ഷൻ ബി ഇറാസ്മസ്, ഓപ്ഷൻ സി ബെർണാഡ് ഷാ, ഓപ്ഷൻ ഡി ചോസർ. 15. ഏവോനിലെ കവി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഷെല്ലി, ഓപ്ഷൻ ബി ഷേക്സ്പിയർ, ഓപ്ഷൻ സി ബെർണാഡ് ഷാ, ഓപ്ഷൻ ഡി ജോസഫ്. 16. മാക്ബത്ത്, ജൂലിയസ് സീസർ, ഒഥല്ലോ, കിങ് ലെയർ, മർച്ചൻ്റ് ഓഫ് വെനീസ് എന്നിവ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ ഷേക്സ്പിയർ, ഓപ്ഷൻ ബി ബെർണാഡ് ഷാ, ഓപ്ഷൻ സി ജെയിംസ് മിൽ, ഓപ്ഷൻ ഡി തോമസ് മൂർ. 17. ദി പ്രിൻസ് എഴുതിയ വ്യാഖ്യാത എഴുത്തുകാരൻ? ഓപ്ഷൻ എ ഷേക്സ്പിയർ, ഓപ്ഷൻ ബി മാക്കിയവെല്ലി, ഓപ്ഷൻ സി ചോസർ, ഓപ്ഷൻ ഡി പെട്രാർക്ക്. 18. അന്ത്യഅത്താഴം, മൊണാലിസ എന്നീ പ്രസിദ്ധ ചിത്രങ്ങളുടെ സൃഷ്ടാവ്? ഓപ്ഷൻ എ റാഫേൽ, ഓപ്ഷൻ ബി ഡാവിഞ്ചി, ഓപ്ഷൻ സി ജോൺ നേപ്പിയർ, ഓപ്ഷൻ ഡി മൈക്കൽ ആഞ്ചലോ. 19. ഏറ്റവും മഹാനും ഏറ്റവും ശോകാകുലനുമായ കലാകാരനെന്ന് വിൽ ഡ്യൂറന്റ് വിശേഷിപ്പിച്ച ചിത്രകാരൻ? ഓപ്ഷൻ എ റാഫേൽ, ഓപ്ഷൻ ബി ഡാവിഞ്ചി, ഓപ്ഷൻ സി ഡാൻറ്റെ, ഓപ്ഷൻ ഡി ചോസർ. 20. ജോർജ് പുണ്യവാളനും ഡ്രാഗനും ഡിസ്പ്യൂട്ട
ഏതൻസിലെ വിദ്യാലയം എന്നീ ചിത്രങ്ങൾ ആരുടേതാണ്? ഓപ്ഷൻ എ ആഞ്ചലോ, ഓപ്ഷൻ ബി റാഫേൽ, ഓപ്ഷൻ സി ഡാവിഞ്ചി, ഓപ്ഷൻ ഡി ഡാൻറ്റെ. 21. ഘട്ടമെലത്ത, പീറ്റർ പുണ്യവാളൻ, മാർക്ക് പുണ്യവാളൻ എന്നീ പ്രസിദ്ധ ശില്പങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? ഓപ്ഷൻ എ ഡൊണാത്തല്ലോ, ഓപ്ഷൻ ബി ചെല്ലിനി, ഓപ്ഷൻ സി റാഫേൽ, ഓപ്ഷൻ ഡി ഡാവിഞ്ചി. 22. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പെർത്തിയാസ് എന്ന ശില്പം നിർമ്മിച്ചതാര്? ഓപ്ഷൻ എ ആഞ്ചലോ, ഓപ്ഷൻ ബി റാഫേൽ, ഓപ്ഷൻ സി ഡാവിഞ്ചി, ഓപ്ഷൻ ഡി ചെല്ലിനി. 23. പ്രകൃതി ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ എ കെപ്ലർ, ഓപ്ഷൻ ബി പ്ലേറ്റോ, ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ, ഓപ്ഷൻ ഡി പ്ലിനി. 24. ആവിയന്ത്രവും അന്തർവാഹിനിയും വിമാനവും ഭാവനയിലൂടെ ആദ്യമായി സൃഷ്ടിച്ച കലാകാരൻ? ഓപ്ഷൻ എ ഡാവിഞ്ചി, ഓപ്ഷൻ ബി റാഫേൽ, ഓപ്ഷൻ സി ഗലീലിയോ, ഓപ്ഷൻ ഡി ആഞ്ചലോ. 25. ഹാർമണീസ് ഓഫ് ദി വേൾഡ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ എ ജെയിംസ് മിൽ, ഓപ്ഷൻ ബി കെപ്ലർ, ഓപ്ഷൻ സി തോമസ് മൂർ, ഓപ്ഷൻ ഡി ഗുട്ടൻബർഗ്. 26. ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഗലീലിയോ, ഓപ്ഷൻ ബി കെപ്ലർ, ഓപ്ഷൻ സി ജോൺ നേപ്പിയർ, ഓപ്ഷൻ ഡി ഹാൻസ് ലിപ്പാർഷെ. 27. ജ്യോതിശാസ്ത്രം നിരീക്ഷണത്തിനായി ദൂരദർശിനി ആദ്യമായി ഉപയോഗിച്ചത്? ഓപ്ഷൻ എ കെപ്ലർ, ഓപ്ഷൻ ബി ജോൺ നേപ്പിയർ, ഓപ്ഷൻ സി ഹാൻസ് ലിപ്പാർഷെ, ഓപ്ഷൻ ഡി ഗലീലിയോ. 28. ലോഗരിതം ടേബിൾ കണ്ടെത്തിയത്? ഓപ്ഷൻ എ ജോൺ നേപ്പിയർ, ഓപ്ഷൻ ബി കെപ്ലർ, ഓപ്ഷൻ സി ഹാൻസ് ലിപ്പാർഷെ, ഓപ്ഷൻ ഡി ഗലീലിയോ. 29. മതനവീകരണത്തിന് തുടക്കം കുറിച്ചത് എവിടെ? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. 30. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജോൺ കാൽവിൻ, ഓപ്ഷൻ ബി ജോൺ വൈക്ലിഫ്, ഓപ്ഷൻ സി ജോൺ ഹസ്, ഓപ്ഷൻ ഡി മാർട്ടിൻ ലൂതർ കിങ്. 31. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജോൺ കാൽവിൻ, ഓപ്ഷൻ ബി ജോൺ ഹസ്, ഓപ്ഷൻ സി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ ഡി ജോൺ വൈക്ലിഫ്. 32. മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി? ഓപ്ഷൻ എ ജോൺ വൈക്ലിഫ്, ഓപ്ഷൻ ബി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ ഡി ഹാൾറിച്ച് സ്വിംഗ്ലി, ഓപ്ഷൻ ഡി ജോൺ ഹസ്. 33. സ്വിറ്റ്സർലാൻഡിൽ മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? ഓപ്ഷൻ എ ജോൺ കാൽവിൻ, ഓപ്ഷൻ ബി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ സി ഹാൾറിച്ച് സ്വിംഗ്ലി, ഓപ്ഷൻ ഡി ജോൺ ഹസ്. 34. ജർമ്മനിയിലെ പോപ്പിൻ്റെ അഴിമതിക്കെതിരെ 95 നിബന്ധനകൾ തയ്യാറാക്കിയ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ജോൺ വൈക്ലിഫ്, ഓപ്ഷൻ ബി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ സി സ്വിംഗ്ലി, ഓപ്ഷൻ ഡി ജോൺ കാൽവിൻ. 35. വിജ്ഞാനത്തിൻ്റെ പുരോഗതി എന്ന ഗ്രന്ഥം രചിച്ചത്? ഓപ്ഷൻ എ ജോൺ ഹസ്, ഓപ്ഷൻ ബി ഫ്രാൻസിസ് ബേക്കൺ, ഓപ്ഷൻ സി ഷേക്സ്പിയർ, ഓപ്ഷൻ ഡി ബെർണാഡ് ഷാ. 36. ഇംഗ്ലണ്ടിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ എ ഹെൻറി, ഓപ്ഷൻ ബി പോപ്പ് ക്ലമന്റ്, ഓപ്ഷൻ സി ജോൺ ഹസ്, ഓപ്ഷൻ ഡി ജോൺ കാൽവിൻ. 37. പ്രതിനവീകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ ജോൺ ഹസ്, ഓപ്ഷൻ ബി ഗലീലിയോ, ഓപ്ഷൻ സി ഇഗ്നേഷ്യസ് ലയോള, ഓപ്ഷൻ ഡി ജോൺ കാൽവിൻ. 38. സ്പെയിനിൽ ജാക്സ്യൂട്ട് സന്യാസി സംഘങ്ങൾക്ക് രൂപം നൽകിയത്? ഓപ്ഷൻ എ മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ ബി ജോൺ ഹസ്, ഓപ്ഷൻ സി ഇഗ്നേഷ്യസ് ലയോള, ഓപ്ഷൻ ഡി ഗലീലിയോ. 39. ക്വീൻ വിക്ടോറിയ ആര് സഞ്ചാരത്തിന് ഉപയോഗിച്ച കപ്പലായിരുന്നു? ഓപ്ഷൻ എ ഫെർഡിനൻഡ് മഗല്ലൻ, ഓപ്ഷൻ ബി വില്യം ഹോക്കിൻസ്, ഓപ്ഷൻ സി ചാൾസ് ഡാർവിൻ, ഓപ്ഷൻ ഡി ലെനിൻ. 40. ഭൂമിശാസ്ത്രപരമായ കണ്ടെത്തലുകൾക്ക് നേതൃത്വം നൽകിയ രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി പോർച്ചുഗൽ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. 41. നാവിക പരിശീലന കേന്ദ്രം ആരംഭിച്ച പോർച്ചുഗീസ് രാജാവ്? ഓപ്ഷൻ എ ഹെൻറി, ഓപ്ഷൻ ബി മഗല്ലൻ, ഓപ്ഷൻ ഡി ഡയസ്, ഓപ്ഷൻ ഡി മാനുവൽ. 42. ആദ്യമായി ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ? ഓപ്ഷൻ എ ബർത്തലോമിയോ ഡയസ്, ഓപ്ഷൻ ബി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ സി വില്യം ഹോക്കിൻസ്, ഓപ്ഷൻ ഡി മാസ്റ്റർ റാൽഫ് ഫിച്ച്. 43. ബർത്തലോമിയോ ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പിൽ എത്തിച്ചേർന്ന വർഷം?
ഓപ്ഷൻ എ 1492, ഓപ്ഷൻ ബി 1488, ഓപ്ഷൻ സി 1688, ഓപ്ഷൻ ഡി 1444. കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്ന വർഷം. ഓപ്ഷൻ എ ഡി 1496, ഓപ്ഷൻ ബി AD 1490, ഓപ്ഷൻ സി AD 1491, ഓപ്ഷൻ ഡി AD 1492. 45. കൊളംബസ് കണ്ടെത്തിയത് ഒരു പുതിയ ഭൂഖണ്ഡമാണെന്ന് തെളിയിച്ച നാവികൻ. ഓപ്ഷൻ എ അമരിഗോ വെസ്പുച്ചി, ഓപ്ഷൻ ബി മഗല്ലൻ, ഓപ്ഷൻ സി ഡയസ്, ഓപ്ഷൻ ഡി ഹെൻറി. 46. കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിൽ എത്തിച്ചേർന്ന പോർച്ചുഗീസ് നാവികൻ. ഓപ്ഷൻ എ മഗല്ലൻ, ഓപ്ഷൻ ബി വില്യം ഹോക്കിൻസ്, ഓപ്ഷൻ സി ഹെൻറി, ഓപ്ഷൻ ഡി കൊളംബസ്. 47. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ ആദ്യമായി വന്നിറങ്ങിയ സ്ഥലം. ഓപ്ഷൻ എ കാപ്പാട്, ഓപ്ഷൻ ബി ബേപ്പൂർ, ഓപ്ഷൻ സി പൊന്നാനി, ഓപ്ഷൻ ഡി നീണ്ടകര. 48. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം. ഓപ്ഷൻ എ 1495 മെയ് 20, ഓപ്ഷൻ ബി 1498 മെയ് 20, ഓപ്ഷൻ സി 1491 മെയ് 20, ഓപ്ഷൻ ഡി 1497 മെയ് 20. 49. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി ജനീവ, ഓപ്ഷൻ ഡി ലിസ്ബൺ. 50. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. ഓപ്ഷൻ എ ഇമാനുവൽ, ഓപ്ഷൻ ബി മാനുവൽ ഒന്നാമൻ, ഓപ്ഷൻ സി കബ്രാള്, ഓപ്ഷൻ ഡി ഹെൻറി. 51. സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൻ്റെ കപ്പിത്താൻ. ഓപ്ഷൻ എ വാസ്കോഡ ഗാമ, ഓപ്ഷൻ ബി മഗല്ലൻ, ഓപ്ഷൻ സി വില്യം ഹോക്കിൻസ്, ഓപ്ഷൻ ഡി ഡാർവിൻ. 52. അന്ത്യവിധി ആരുടെ രചനയാണ്? ഓപ്ഷൻ എ പെട്രാർക്ക്, ഓപ്ഷൻ ബി റാഫേൽ, ഓപ്ഷൻ സി ഡാവിഞ്ചി, ഓപ്ഷൻ ഡി ജോൺ നേപ്പിയർ. 53. ലൂഥർ 95 നിബന്ധനകൾ തയ്യാറാക്കി ഒട്ടിച്ച പള്ളി. ഓപ്ഷൻ എ വിറ്റൻബർഗ് പള്ളി, ഓപ്ഷൻ ബി പാരീസ് പള്ളി, ഓപ്ഷൻ സി സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ ഡി ജർമ്മനി. 54. 95 നിബന്ധനകൾ പള്ളിയിൽ ഒട്ടിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1517 ഒക്ടോബർ 31, ഓപ്ഷൻ ബി 1517 ഒക്ടോബർ 30, ഓപ്ഷൻ സി 1516 ഒക്ടോബർ 30, ഓപ്ഷൻ ഡി 1517 നവംബർ 30. 55. നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവുമായി അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മാനവതാവാദം, ഓപ്ഷൻ ബി മതനവീകരണം, ഓപ്ഷൻ സി ജാസ്യൂട്ട് സന്യാസി സംഘടന, ഓപ്ഷൻ ഡി പ്രതിനവീകരണം. 56. ഫ്രാൻസിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ എ ജോൺ ഹസ്, ഓപ്ഷൻ ബി ജോൺ വൈക്ലിഫ്, ഓപ്ഷൻ സി ജോൺ കാൽവിൻ, ഓപ്ഷൻ ഡി ഹെൻറി. 57. സ്പെയിനിൽ സന്യാസി സംഘടനകൾക്ക് രൂപം നൽകിയത്. അതായത് ജാസ്യൂട്ട് സന്യാസി സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഓപ്ഷൻ എ ജോൺ കാൽവിൻ, ഓപ്ഷൻ ബി ജോൺ ഹസ്, ഓപ്ഷൻ സി മാർട്ടിൻ ലൂഥർ, ഓപ്ഷൻ ഡി ഇഗ്നേഷ്യസ് ലയോള. 58. ദൈവനിന്ദ ചെയ്യുന്നവരെ വിചാരണ ചെയ്യുന്നതിനായി പ്രതിനവീകരണ കാലഘട്ടത്തിൽ നിലവിൽ വന്ന കോടതികൾ അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഇൻക്വിസിഷൻ, ഓപ്ഷൻ ബി ജാസ്യൂട്ട് സന്യാസി സംഘം, ഓപ്ഷൻ സി ഈശോ സഭ, ഓപ്ഷൻ ഡി ആംഗ്ലിക്കൻ സഭ. 59. ഇഗ്നേഷ്യസ് ലയോള പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളെ നേരിടുന്നതിനായി സ്ഥാപിച്ച സഭ. ഓപ്ഷൻ എ ഈശോ സഭ, ഓപ്ഷൻ ബി ഇൻക്വിസിഷൻ, ഓപ്ഷൻ സി ജാസ്യൂട്ട് സന്യാസി സംഘടന, ഓപ്ഷൻ ഡി പ്രതിനവീകരണ പ്രസ്ഥാനം. 60. ഉട്ടോപ്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഓപ്ഷൻ എ തോമസ് മൂർ, ഓപ്ഷൻ ബി ജോൺ മിൽട്ടൺ, ഓപ്ഷൻ സി ഫ്രാൻസിസ് ബേക്കൺ, ഓപ്ഷൻ ഡി ഇറാസ്മസ്. 61. ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. ഓപ്ഷൻ എ വില്യം ഹാർഡ്, ഓപ്ഷൻ ബി വെസൂലിയസ്, ഓപ്ഷൻ സി കാൾ ലിനയസ്, ഓപ്ഷൻ ഡി വില്യം ജോൺസ്. 62. മനുഷ്യ ശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത്. ഓപ്ഷൻ എ വെസൂലിയസ്, ഓപ്ഷൻ ബി കാൾ ലിനയസ്, ഓപ്ഷൻ സി വില്യം ഹാർവേ, ഓപ്ഷൻ ഡി സ്പെൻസർ. 63. ആധുനിക രാഷ്ട്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മാക്കിയവല്ലി, ഓപ്ഷൻ ബി ഇറാസ്മസ്, ഓപ്ഷൻ സി പ്ലൂട്ടാർക്ക്, ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ. 64. അവസാനമായി കണ്ടെത്തിയ ഡാവിഞ്ചിയുടെ ചിത്രം. ഓപ്ഷൻ എ യങ് ഗേൾ പ്രൊഫൈൽ റിനൈസൻസ് ഡ്രസ്, ഓപ്ഷൻ ബി മൊണാലിസ, ഓപ്ഷൻ സി ഒതല്ലോ, ഓപ്ഷൻ ഡി കിങ് ലയർ.
65. പാരീസിലെ ലുവ്ര മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാവിഞ്ചിയുടെ ചിത്രമേത്? ഓപ്ഷൻ എ അന്ത്യത്താഴം, ഓപ്ഷൻ ബി മൊണാലിസ, ഓപ്ഷൻ സി വെർജിൻ മേരി, ഓപ്ഷൻ ഡി ക്രിസ്തുവിൻ്റെ മാമോദീസ. 66. കത്തോലിക്ക വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടിക അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഇൻഡെക്സ്, ഓപ്ഷൻ ബി ഇൻക്വിസിഷൻ. 67. വിശ്വാസത്തിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്ന രാജാവ്? ഓപ്ഷൻ എ ഹെൻറി 8, ഓപ്ഷൻ ബി ജോൺ വൈക്ലിഫ്, ഓപ്ഷൻ സി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ ഡി ജോൺ ഹസ്. 68. പാപമോചന പത്രിക ജർമ്മനിയിൽ വിറ്റത്? ഓപ്ഷൻ എ സവനകോള, ഓപ്ഷൻ ബി കാൽവിൻ, ഓപ്ഷൻ സി ജോൺ ഹസ്, ഓപ്ഷൻ ഡി ജോൺ ഡെറ്റ്സെൽ. 69. ബൈബിൾ ജർമ്മനിയിലേക്ക് പരിഭാഷപ്പെടുത്തി എഴുതിയത് ആര്? ഓപ്ഷൻ എ ലൂതർ, ഓപ്ഷൻ ബി കാൽവിൻ, ഓപ്ഷൻ സി സവനകോള, ഓപ്ഷൻ ഡി കാൽവിൻ. 70. മാർട്ടിൻ ലൂതറിനെ പിന്തുടർന്നവരെ വിളിക്കുന്നത്? ഓപ്ഷൻ എ ലൂതറൻസ്, ഓപ്ഷൻ ബി പ്രൊട്ടസ്റ്റൻസ്, ഓപ്ഷൻ സി ആംഗ്ലിക്കൻസ്, ഓപ്ഷൻ ഡി ഹ്യൂഗ്നോട്ട്. 71. കാൽവിൻ ആരംഭിച്ച മതവിഭാഗം? ഓപ്ഷൻ എ കാൽവിനിസം, ഓപ്ഷൻ ബി സ്വിംഗ്ലിയാനിസം, ഓപ്ഷൻ സി ഹ്യൂഗ്നോട്ട്, ഓപ്ഷൻ ഡി പ്രസ്ബിറ്റീരിയൻസ്. 72. പ്രൊട്ടസ്റ്റൻസ് ആരുടെ അനുയായികളാണ്? ഓപ്ഷൻ എ ജോൺ കാൽവിൻ, ഓപ്ഷൻ ബി ജോൺ ഹസ്, ഓപ്ഷൻ സി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ ഡി പോപ്പ് ലിയോ. 73. ആൾറിച്ച് സ്വിംഗ്ലി ആരംഭിച്ച മതവിഭാഗം? ഓപ്ഷൻ എ സ്വിംഗ്ലിയാനിസം, ഓപ്ഷൻ ബി കാൽവിനിസം, ഓപ്ഷൻ സി ഹ്യൂഗ്നോട്ട്, ഓപ്ഷൻ ഡി ആംഗ്ലിക്കാനിസം. 74. ഇഗ്നീഷ്യസ് ലയോളയുടെ അനുയായികൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജാസ്യൂട്ടുകൾ, ഓപ്ഷൻ ബി പ്രൊട്ടസ്റ്റന്റ്, ഓപ്ഷൻ സി പ്രസ്ബിറ്റീരിയൻസ്, ഓപ്ഷൻ ഡി പ്യൂരിട്ടൻസ്. 75. സ്കോട്ട്ലാൻഡിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ എ ജോൺ നോക്സ്, ഓപ്ഷൻ ബി കാൽവിൻ, ഓപ്ഷൻ സി മാർട്ടിൻ ലൂതർ, ഓപ്ഷൻ ഡി ഹെൻറി 8. 76. 30 സംവത്സര യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നവോത്ഥാനം, ഓപ്ഷൻ ബി മതനവീകരണം, ഓപ്ഷൻ സി പ്രതിനവീകരണം, ഓപ്ഷൻ ഡി മാനവികത. 77. 30 സംവത്സര യുദ്ധം അവസാനിച്ച ഉടമ്പടി? ഓപ്ഷൻ എ 1648 വെസ്റ്റ്ഫാലിയ, ഓപ്ഷൻ ബി പാരീസ് ഉടമ്പടി, ഓപ്ഷൻ സി സംവത്സര ഉടമ്പടി, ഓപ്ഷൻ ഡി പ്രൊട്ടസ്റ്റന്റ് ഉടമ്പടി. 78. കത്തോലിക്ക പുനരുദ്ധാരണം എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ നവോത്ഥാനം, ഓപ്ഷൻ ബി മതനവീകരണം, ഓപ്ഷൻ സി മാനവതാവാദം, ഓപ്ഷൻ ഡി പ്രതിനവീകരണം. 79. ഇന്ത്യൻ സമുദ്രത്തിലെ സേനാധിപതി എന്ന് ഗാമയെ വിളിച്ചത്? ഓപ്ഷൻ എ മാനുവൽ, ഓപ്ഷൻ ബി ഹെൻറി, ഓപ്ഷൻ സി കൊളംബസ്, ഓപ്ഷൻ ഡി മാനുവൽ 1. 80. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരമായ ബഹാമ ദ്വീപിൽ കപ്പലിറങ്ങിയത് ആരാണ്? ഓപ്ഷൻ എ അമരിഗോ വെസ്പുച്ചി, ഓപ്ഷൻ ബി കൊളംബസ്, ഓപ്ഷൻ സി വാസ്കോ ഡ ഗാമ, ഓപ്ഷൻ ഡി മഗല്ലാൻ. 81. ശാന്തസമുദ്രം കണ്ടെത്തിയത്? ഓപ്ഷൻ എ ബെൽബോവ, ഓപ്ഷൻ ബി കൊളംബസ്, ഓപ്ഷൻ സി ഗാമ, ഓപ്ഷൻ ഡി വെസ്പുച്ചി. 82. ലോകം ചുറ്റിയ ആദ്യ നാവികൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കൊളംബസ്, ഓപ്ഷൻ ബി അമരിഗോ വെസ്പുച്ചി, ഓപ്ഷൻ സി ജോൺ കബാട്ട്, ഓപ്ഷൻ ഡി മഗല്ലാൻ. 83. മഗല്ലാൻ്റെ കപ്പൽ? ഓപ്ഷൻ എ സെന്റ് ഗബ്രിയേൽ, ഓപ്ഷൻ ബി നിന, ഓപ്ഷൻ സി വിക്ടോറിയ, ഓപ്ഷൻ ഡി സെന്റ് മരിയ. 84. വടക്കേ അമേരിക്കയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ എ ജോൺ കബാട്ട്, ഓപ്ഷൻ ബി ബൽബോവ, ഓപ്ഷൻ സി കബ്രാൾ, ഓപ്ഷൻ ഡി കൊളംബസ്. 85. പനാമ കണ്ടെത്തിയത്? ഓപ്ഷൻ എ ജോൺ കബാട്ട്, ഓപ്ഷൻ ബി ബൽബോവ, ഓപ്ഷൻ സി കബ്രാൾ, ഓപ്ഷൻ ഡി മാർക്കോ പോള. 86. ഹഡ്സൺ ബേ കണ്ടെത്തിയത്? ഓപ്ഷൻ എ ഹെൻറി ഹഡ്സൺ, ഓപ്ഷൻ ബി മാർക്കോ പോള, ഓപ്ഷൻ സി ബൽബോവ, ഓപ്ഷൻ ഡി കബ്രാൾ. 87. ചൈന കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ എ മാർക്കോ പോള, ഓപ്ഷൻ ബി ബർത്തലോമിയോ ഡയസ്, ഓപ്ഷൻ സി കൊളംബസ്, ഓപ്ഷൻ ഡി ജോൺ കബാട്ട്. 88. ഹവായിയൻ ദ്വീപ് കണ്ടെത്തിയത്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക്, ഓപ്ഷൻ ബി ഹഡ്സൺ, ഓപ്ഷൻ സി മാർക്കോ പോളോ, ഓപ്ഷൻ ഡി കബ്രാൾ. 89. ടാസ്മാനിയ ദ്വീപ് കണ്ടെത്തിയത്? ഓപ്ഷൻ എ അബേൽ ടാസ്മാൻ, ഓപ്ഷൻ ബി ഹെൻറി ഹഡ്സൺ, ഓപ്ഷൻ സി ക്യാപ്റ്റൻ ജെയിംസ്, ഓപ്ഷൻ ഡി കൊളംബസ്. 90. ഓസ്ട്രേലിയ കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ജെയിംസ്, ഓപ്ഷൻ ബി കബ്രാൾ, ഓപ്ഷൻ സി മാർക്കോ പോളോ, ഓപ്ഷൻ ഡി ഹെൻറി ഹഡ്സൺ.
അപ്പോൾ നമ്മളിതിൽ 90 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടാണ് മോക്ക് ടെസ്റ്റ് ചെയ്തത്. മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ പറയുക. ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു.